എന്നാ ഒരു കിടപ്പാല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എത്ര പേര് അപഹസിച്ചു, തുപ്പി, അടിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ താഴെ ഇറങ്ങി കിടക്കും. എന്നാലും ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ കൈകൾ വിരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് കിടക്കും. കലിപ്പന്മാരുടെയും കാന്താരിമാരുടെയും കാലമാണെന്നറിയാം. തെറിക്കുത്തരം മുറിപ്പത്തൽ, അതാണല്ലോ നമ്മുടെ ഫിലോസഫി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, തെറിക്ക് തെറി, അടിക്കടി. ചെറിയ സാഹചര്യങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി, കണ്ട പാതി കാണാത്ത പാതി, പൊട്ടിത്തെറിക്കുന്ന ഒരു സമയം. ഈ നോമ്പുകാലത്ത് ഈ ക്രൂശിതനോടൊപ്പം നമ്മളായിരിക്കും. നമ്മൾ ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു, എൻ്റെ ദേഷ്യത്തെ, എൻ്റെ കോപത്തെ ഞാൻ നിയന്ത്രിക്കും. കോപിക്കില്ല എന്നൊക്കെ പറയുന്നത് ചിലപ്പം എനിക്കറിയില്ല, പക്ഷേ നിയന്ത്രിക്കും എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു. അപ്പോൾ ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. അത് ഇങ്ങനെയാണ്: എല്ലാ സാഹചര്യങ്ങളോടും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റെസ്പോണ്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു, എന്താ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഏത് കാര്യത്തോടും പ്രതികരിക്കുക. കേട്ട പാതി കേൾക്കാത്ത പാതി, ഞാൻ ഓൾറെഡി പറഞ്ഞു. പൊട്ടിത്തെറിക്കുക, ഈ മൂക്കത്താണ് ശുണ്ഠി എന്നൊക്കെ പറയുന്നത് പോലെ അതൊന്നും ഒഴിവാക്കി ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ എന്താ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത്? കേട്ടു, കണ്ടു, കുറച്ചു നേരം ശാന്തതയോടുകൂടി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് സമചിത്തതയോടെ സമുചിതമായിട്ട് ഒന്ന് പ്രതികരിച്ചു. ഈ നോമ്പുകാലത്ത് അതൊരു നല്ല സ്റ്റെപ്പായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പറഞ്ഞ പോലെ ശരിയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണം, നമ്മളോട് ക്ഷമിക്കാം, മറ്റുള്ളവരോട്